السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما ولا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم ألا تعدلوا اعدلوا وأقرب للتقوى واتقوا الله إن الله خبير بما تعملون. وممن خلقنا أمة يهدون بالحق وبه يعدلون. अल्लाह ताला ने जिस तरह അല്ലാഹു നീതിയെയും ധർമ്മത്തെയും എപ്രകാരമാണ് ഏത് നിലവാരത്തിലാണ് സ്ഥാപിക്കേണ്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് നിർദ്ദേശം നൽകിയതുപോലെ മറ്റൊരു മതപരമായ ഗ്രന്ഥവും ഈ നിലവാരം കാഴ്ചവെക്കുന്നില്ല. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയ ഒരു വിഭാഗം നേതാക്കളിലും പണ്ഡിതന്മാരിലും നീതിയുടെയും ധർമ്മത്തിന്റെയും ആ ആവശ്യകത പൂർത്തിയാകുന്നില്ല. അതുപോലെ വീടുകളിലും പൊതുജനങ്ങളിലും മുസ്ലിം സമുദായത്തിലും സാധാരണ കാര്യങ്ങളിൽ പോലും
നീതിയുടെയും ധർമ്മത്തിന്റെയും നിലവാരം ഏതൊന്നാണ് അള്ളാഹു സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു സത്യവിശ്വാസിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് അത് സാധാരണ കാണാൻ സാധിക്കുന്നില്ല. കുടുംബബന്ധങ്ങൾ ഛിന്നഭിന്നമാക്കുന്ന കാര്യങ്ങളിൽ അതിലേക്കായി പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ചില അവസരങ്ങളിൽ തെറ്റായ സംഭവങ്ങളോടൊപ്പം കോടതിയിൽ കേസുകൾ സമർപ്പിക്കപ്പെടുന്നു, തെറ്റായ സാക്ഷികൾ സമർപ്പിക്കപ്പെടുന്നു. നിയമവിരുദ്ധമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കുന്നതിനായി അസത്യത്തെയും ദുർവ്യാഖ്യാനത്തെയും കൂട്ടുപിടിക്കുന്നു. ചുരുക്കത്തിൽ വലിയ ഒരു വിഭാഗം തങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിനായി അല്ലെങ്കിൽ എന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ അവകാശത്തെ നിഷേധിക്കുന്നതിനായി അസത്യത്തെ കൂട്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ കളവ് പറയുന്നു, കോടതിയെയും വഞ്ചനയിൽ അകപ്പെടുത്തുന്നു. ചില സ്ഥലങ്ങളിൽ നീതിക്ക് പകരമായി തെറ്റായ വിധി തന്റെ വ്യക്തിപരമായ പ്രയോജനത്തിനായി അവർ നടപ്പാക്കുന്നു. അങ്ങനെ സംവിധാനവും വികൃതമാകുന്നു. അതുകൊണ്ട് ഈ അനീതി കാരണം സമൂഹത്തിൽ തിന്മ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ദേശീയ അടിസ്ഥാനത്തിൽ ഭരണാധികാരികൾ നീതിയുടെ ആവശ്യത്തെ പൂർത്തീകരിക്കുന്നില്ല. അവരുടെ പ്രജകൾക്ക് വേണ്ടിയോ നീതി പൂർത്തിയാക്കുന്നില്ല. രാജ്യങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിലും നീതിയുടെ ആവശ്യത്തെ അവർ പൂർത്തിയാക്കുന്നില്ല. പണ്ഡിതന്മാർ അവർ മതത്തെ അവരുടെ സ്വന്തം ലാഭത്തിനു വേണ്ടിയുള്ള ഒരു മാർഗമാക്കി മാറ്റിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ വാദം ഇതാണ്: ഞങ്ങളാണ് ഉത്കൃഷ്ട സമൂഹം, ഇസ്ലാമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമ മാർഗം സമർപ്പിക്കുന്നത്. തീർച്ചയായും മുസ്ലിങ്ങൾ തന്നെയാണ് ഉത്കൃഷ്ട സമൂഹം. എന്നാൽ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രം, അതുപോലെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാം തന്നെയാണ് ലോകത്തിലെ എല്ലാ കുഴപ്പത്തിനുമുള്ള ഉത്തമ പരിഹാരം സമർപ്പിക്കുന്നത്. എന്നാൽ നിബന്ധന എന്നത് ഇതിന്റെ അധ്യാപനം അനുസരിച്ചുള്ള അവകാശവും നീതിയും സ്ഥാപിക്കുക എന്നതാണ്. ഏതൊരു ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്? അത് വിവിധങ്ങളായ 3 സൂറത്തുകളിൽ നിന്നുള്ളതാണ്. അന്നിസാ, അൽ മായിദ, അൽ അറാഫിലേതാണ്. ആദ്യത്തെ ആയത്ത് അന്നിസായിലേതാണ്. അതിന്റെ പരിഭാഷ പ്രകാരമാണ്: വിശ്വസിച്ചവരെ, നിങ്ങൾ പരിപൂർണമായി നീതി പാലിക്കുന്നവരും അല്ലാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകുവിൻ. അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരിലായിരുന്നാൽ പോലും അയാൾ ധനികനോ ദരിദ്രനോ ആണെങ്കിൽ അല്ലാഹുവാണ് രണ്ടുപേരോടും അനുകമ്പ കാണിക്കുന്നതിൽ കൂടുതൽ അവകാശപ്പെട്ടവൻ. അതിനാൽ നിങ്ങൾ സ്വച്ഛയെ പിൻപറ്റരുത്. നിങ്ങൾ നീതി പാലിക്കുന്നതിന് വേണ്ടിയാണിത്. നിങ്ങൾ സത്യം മറച്ചുവെക്കുകയോ പിന്മാറുകയോ ചെയ്താൽ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നല്ലതുപോലെ അറിവുള്ളവനാകുന്നു. ഇതാണ് നീതി പാലനത്തിന്റെ നിലവാരത്തിനായി നൽകിയിട്ടുള്ള കൽപ്പന. സ്വകാര്യപരമായ കുടുംബകാര്യത്തിലും സാമൂഹിക കാര്യത്തിലും ഏതു തന്നെ അവസ്ഥ ഉണ്ടായാലും ശരി, നീതിയും ധർമ്മവും അതിൽ നിലകൊള്ളുക. സത്യവിശ്വാസികൾക്കുള്ള കൽപ്പന ഇതാണ്: അല്ലാഹുവിന് വേണ്ടിയും അല്ലാഹുവിന്റെ അധ്യാപനം അനുസരിച്ചുമായിരിക്കണം സത്യവിശ്വാസി എപ്പോഴും സാക്ഷി പറയേണ്ടത്. ഇത് സാധ്യമാകുന്നത് അല്ലാഹുവിൽ പരിപൂർണമായ വിശ്വാസമുണ്ടാകുമ്പോഴാണ്.
വിശ്വാസത്തിന്റെ നിലവാരം പരമോന്നതിയിലെത്തി നിൽക്കണം. അതിൽ ദൃഢത കൈവരിക്കണം. ഇക്കാര്യത്തിൽ മനുഷ്യൻ നിലകൊള്ളുമ്പോൾ ഏതൊരവസ്ഥ ഉണ്ടായാലും ശരി, എനിക്ക് നീതിയിൽ ഉറച്ചു നിൽക്കണമെന്ന വിചാരവും ഉറപ്പുമുണ്ടാകുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനായി മനുഷ്യൻ സ്വന്തം കാര്യത്തിലും ഇത് പ്രാവർത്തികമാക്കുക. അതായത് അവൻ സ്വയം തനിക്കെതിരിലും സാക്ഷ്യം പറയാൻ തയ്യാറാകുമ്പോഴാണ് അവൻ ഇക്കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്റെ ഭാര്യ മക്കൾക്ക് എതിരായാലും സാക്ഷി പറയാൻ തയ്യാറാകുക. തന്റെ മാതാപിതാക്കൾക്കെതിരായാലും ആവശ്യം നേരിട്ടാൽ സാക്ഷി പറയാൻ തയ്യാറാകുക. അടുത്ത ബന്ധുവിനെതിരിലായാലും സാക്ഷി പറയേണ്ടി വന്നാൽ അതിനും തയ്യാറാകുക. പറയുന്നു, ശാരീരിക വികാരത്തെ പിൻപറ്റുക എന്നത് നീതിയിൽ നിന്ന് വിദൂരത്താക്കുന്നു. നാം നമ്മുടെ സ്വന്തം വികാരത്തെ പിൻപറ്റാൻ തുടങ്ങിയാൽ നീതിയിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വിദൂരപ്പെട്ടു പോകുന്നതാണ്. ഈ കാലഘട്ടത്തിലെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നീതിയുടെയും ധർമ്മത്തിന്റെയും നിലവാരം അള്ളാഹു ആഗ്രഹിക്കുന്ന തരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ കാര്യങ്ങൾ വസ്തുതക്ക് നിരക്കാത്ത തരത്തിൽ വിവരിക്കുക എന്നത് ഒരു സാധാരണ കാര്യമായിരിക്കുന്നു. എന്നാൽ ദുഃഖമുണ്ടാകുന്നത് ഈ കാര്യത്തിലാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ ചിലർ ഭൗതികതയുടെയും സമൂഹത്തിന്റെയും സ്വാധീനത്തിലകപ്പെട്ട് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബൈഅത്തിൽ വന്നിട്ടുകൂടി യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുകയും സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, തന്റേതായ കാര്യമായാലും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നഷ്ടമുണ്ടായാലും ശരി, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നതിനായി സത്യസന്ധമായ സാക്ഷ്യം നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനുള്ള ശ്രമമുണ്ടായി എന്നീ തോന്നൽ സൃഷ്ടിക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ നാം ദൈനംദിന ജീവിതത്തിൽ കാണുന്നതാണ്. ഉദാഹരണമായി, കുടുംബപരമായ കാര്യങ്ങൾ, ഖളായിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. അവിടെ യഥാർത്ഥ കാര്യത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല. കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ, അതിലും നാം ഈ കാര്യങ്ങൾ കാണുന്നു. അവിടെയും യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നു. ചില ദീനി അറിവുള്ളവർ, സേവനത്തിൽ മുൻപന്തിയിലുള്ളവർ ചില പ്രവർത്തികൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ വിധ കാര്യങ്ങൾ ചെയ്യുമോ എന്ന് ചിന്തിച്ച് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. അവർ പ്രത്യക്ഷത്തിൽ വലിയ പണ്ഡിതന്മാരൊക്കെയാണ്, ദീനീപരമായ അറിവുള്ളവരാണ്. അവരുടെ നല്ല സ്വാധീനവും സമൂഹത്തിൽ ഉണ്ട് താനും. അള്ളാഹു പറയുന്നു, തനിക്കെതിരിലും തന്റെ മാതാപിതാക്കൾക്കെതിരിലും അടുത്ത ബന്ധുക്കൾക്കെതിരിലും സത്യത്തെ മറച്ചുവെക്കാതിരിക്കുക. സത്യത്തെ എന്തു വന്നാലും വെളിപ്പെടുത്തുക. ഇവർ വെറും സൗഹൃദം നിലനിർത്താനോ അല്ലെങ്കിൽ തന്റെ സ്വന്തം ലാഭത്തിനായി സത്യത്തെ മറച്ചുവെക്കുന്നു. വക്രമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യം പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അവരുടെ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനായി, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി നല്ല നിലയിൽ ഒരുക്കങ്ങൾ നടത്തുന്നു. എന്നാൽ എപ്പോഴും ഓർക്കുക, അള്ളാഹു പറയുന്നു, നിങ്ങൾ ഏതൊന്നാണ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാണ്. അവന് നല്ലതുപോലെ മനസ്സിലാകുന്നു. അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹു പറയുന്നു, ഈ ലോകത്ത് അതിന്റെ ഫലം നിങ്ങൾ നേടുന്നുണ്ടാവാം. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് ഇവിടെ രക്ഷപ്പെട്ടാലും ശരി, അടുത്ത ലോകത്ത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ എല്ലാ പ്രവൃത്തികളെ സംബന്ധിച്ചും അറിവുള്ള അള്ളാഹു ആ മുഴുവൻ കർമ്മപുസ്തകവും നമ്മുടെ മുന്നിൽ വെക്കുന്നതാണ്. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. ഏതൊരു ഇമാമിനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്, അദ്ദേഹം ഈ ഖുർആനിക കൽപ്പന അനുസരിച്ച് നടപ്പാക്കിയ മാതൃക അത് അന്യരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
വാദത്തിന് ഒരുപാട് മുമ്പ് യുവാവായിരുന്ന ഒരു കാലത്ത് ഒരു സംഭവം നടന്നു. അത് നിവേദനത്തിൽ വരുന്നു, തന്റെ ചരിത്രത്തിലുണ്ടത്. തന്റെ പിതാവിന്റെ പട്ടയക്കാർക്കെതിരിൽ ഒരു കേസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. സത്യത്തെയും നീതിയെയും പുലർത്തിക്കൊണ്ട് ചൊവ്വായ കാര്യം പറഞ്ഞത് മൂലം അതിന്റെ പ്രയോജനം പട്ടയക്കാർക്ക് ഉണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവിന് നഷ്ടമുണ്ടായി. അദ്ദേഹത്തിന്റെ വക്കീൽ ആദ്യമേ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഏതുപോലെ ഞാൻ പറയുന്നുവോ അപ്രകാരം സാക്ഷ്യം പറയാത്ത പക്ഷം നഷ്ടമുണ്ടാകുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, എന്തു തന്നെയായാലും സത്യമായ കാര്യം അതായിരിക്കും ഞാൻ പറയുക. അങ്ങനെ ജഡ്ജി പട്ടയക്കാരുടെ പേരിൽ വിധി നൽകി. അത് കണ്ടവർ പറയുന്നു, കേസ് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് എതിരിൽ തീരുമാനമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എത്രമാത്രം സന്തോഷഭരിതനായാണ് തിരിച്ചു വന്നതെന്നാൽ ഈ വിധിയെക്കുറിച്ച് അറിയാത്തവർ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം ഈ കേസ് ജയിച്ചാണ് തിരിച്ചു വരുന്നതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഏതൊരു സത്യദാസനെയാണ് നാം അംഗീകരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മാതൃക ഇപ്രകാരമാണ്. ഈ മാതൃക മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങളുടെ എല്ലാ വശങ്ങളെയും പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണമായ ഒരു കാര്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നു. അവർ തങ്ങളുടെ വരുമാനം കുറച്ചു കാണിച്ചുകൊണ്ട് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ ജീവിത സാഹചര്യം വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക വികാസം നേടിയിരിക്കുന്ന രാജ്യങ്ങൾ പോലും വലിയ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെ പരിശോധിക്കുന്നത്. എവിടെയാണ് അവർക്ക് സംശയം ജനിക്കുന്നത് അവിടെ ഉടൻ പരിശോധന നടത്തുന്നു. അതിനാൽ അഹമ്മദികൾ തങ്ങളെയും ജമാഅത്തിനെയും ദുഷ്പേരിൽ നിന്ന് രക്ഷിക്കുന്നതിനായി, അതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി ഭൗതിക നഷ്ടങ്ങളിൽ സഹനം കൈക്കൊള്ളേണ്ടതാണ്. യാഥാർത്ഥ്യത്തെ ഒരിക്കലും മറച്ചുവെക്കരുത്. എപ്പോഴും സത്യം പറയുക. ഇനി നീയത്ത് നല്ലതാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സാക്ഷിയായിക്കൊണ്ട് നീതിയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തന്റെ സാക്ഷ്യത്തിന്റെ നിലവാരം സത്യത്തിൽ അധിഷ്ഠിതമാക്കുന്ന പക്ഷം അള്ളാഹു പരിപാലകനും അന്നദാതാവുമാണ്. അവൻ സ്വയം അതിനുള്ള സംവിധാനം ഒരുക്കുകയും റിസ്കും അവൻ സ്വയം നൽകുകയും ചെയ്യുന്നതാണ്. അതിൽ അനുഗ്രഹവും ചൊരിയുന്നതാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. നാം നീതിയുടെ ഈ നിലവാരം സ്ഥാപിക്കുന്നതിനായി ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വീടുകളിലും സമാധാനമുണ്ടാവുകയില്ല. നാം താമസിക്കുന്ന സമൂഹത്തിലും ചുറ്റുപാടിലും ശാന്തിയോ സമാധാനമോ ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങൾ പ്രായോഗികവൽക്കരിക്കാത്ത പക്ഷം ജമാഅത്ത് അംഗങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിലും വിടവുണ്ടാകുന്നു. അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ചില ആളുകൾ തെറ്റായ വിവരണത്തിലും അനീതിയിലും ഈ പരിധി വരെ എത്തിയിരിക്കുന്നുവെന്നാൽ ചില പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്നോട് പരാതി പറയുന്നു. ഞങ്ങളുടെ മകളുടെ വിവാഹബന്ധം ഇന്ന സ്ഥലത്ത് അവസാനിച്ചു. അതോടൊപ്പം അവളുടെ ഭർത്തൃ കുടുംബാംഗങ്ങൾ എവിടെയെല്ലാമാണ് ഈ പെൺകുട്ടിയുടെ പുനർവിവാഹത്തിന്റെ കാര്യമുണ്ടാകുന്നത് അവിടെ വന്ന് അസത്യവും തെറ്റായ വിവരണവും നൽകി ആ പെൺകുട്ടിയെ അപമാനിക്കുന്നു. ഇതുപോലെ ചില ആൺകുട്ടികൾ എന്റെ അടുത്ത് വന്ന് പറയുന്നു, അവരെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അപമാനിക്കുന്നു. അവർക്കെതിരിൽ സാക്ഷ്യം പറഞ്ഞ് അവർക്കുണ്ടായ വിവാഹബന്ധത്തെ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബന്ധത്തെ ഇല്ലാതാക്കുന്നു. അതിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. സമൂഹത്തിന്റെ സമാധാനത്തെ താറുമാറാക്കുന്ന കാര്യങ്ങളാണ്. തങ്ങളുടെ പ്രതിജ്ഞകൾ
ലംഘിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമ്മുടെ മേൽ വലിയ ഔദാര്യം കാണിച്ചുകൊണ്ട് നമുക്ക് ഈ കാലത്തിന്റെ ഇമാമിനെ വിശ്വസിക്കാൻ തൗഫീക്ക് നൽകിയിരിക്കുന്നു. പരസ്പര സഹോദരങ്ങളാകാനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. എന്നാൽ നാം ചില വ്യക്തിഗതമായ ലാഭത്തിനായി അല്ലെങ്കിൽ സ്വന്തക്കാരുടെ സമാധാനത്തിനായി ഹൃദയത്തിൽ പരസ്പരം അസൂയയും വെറുപ്പും വെച്ചു പുലർത്തുന്നു. അതിന് പകരം വീട്ടാൻ ശ്രമിക്കുന്നു. അത് നേടിയെടുക്കുന്നതിനായി ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിലുള്ള ഭയത്തെ പോലും അവർ നീക്കം ചെയ്യുന്നു. ഇനി ആരുടെയെങ്കിലും പ്രവൃത്തിയിൽ ചില കാഠിന്യം ഉണ്ടായാൽ തന്നെയും പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ ആ കാഠിന്യം കാണിച്ച വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും നല്ലതുപോലെ അറിയുന്നവനാണ്. അവന്റെ മേൽ ആ കാര്യത്തെ വിട്ടു നൽകുക. ഒരു വിശ്വാസിയുടെ നീതിബോധം അള്ളാഹുവിനെ ഈ വിധ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിലാണ് നിലകൊള്ളുന്നത്. നമ്മുടെ സമൂഹത്തിൽ നീതിയും ധർമ്മവും സത്യവും സ്ഥാപിച്ചതിനു ശേഷം അള്ളാഹു വിശ്വാസികൾക്ക് ഈ കൽപ്പനയും നൽകുന്നു. അവർ തന്റെ വ്യക്തിപരവും സാമൂഹ്യപരവും ദേശീയപരവുമായ കാര്യങ്ങളിൽ നിന്ന് പുറത്തുവന്ന് ഉന്നത നിലവാരത്തിലുള്ള നീതി സ്ഥാപിക്കേണ്ടതാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അന്യ സമൂഹത്തോടു പോലും നീതിയോടും ധർമ്മത്തോടും പെരുമാറ്റം കാഴ്ചവെച്ച് അതിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുക. ഇനി ശത്രുക്കളോട് നിങ്ങൾ നീതിയുടെയും ധർമ്മത്തിന്റെയും നിലവാരം പ്രദർശിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ തഖ്വയിലൂടെ നടക്കുന്നവരായി ഗണിക്കപ്പെടുകയില്ല. സൂറ മാഇദയിലെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ മുമ്പ് പാരായണം ചെയ്തിരുന്നു, അതിന്റെ പരിഭാഷ പ്രകാരമാണ്. അള്ളാഹു പറയുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. ഒരു സമുദായത്തോടുള്ള വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ചിലയിടങ്ങളിൽ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാകുന്നു. അതുപോലെ മറ്റ് മതസമൂഹം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം അവസ്ഥകളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമൂഹത്തിന്റെയും മറ്റ് മതസ്ഥരുടെയും അതിക്രമത്തിന് അതേ സ്വരത്തിൽ മറുപടി നൽകുക എന്നതും നീതിയുടെ കാര്യം പൂർത്തിയാക്കാതിരിക്കുക എന്നതും അവൻ ഒരിക്കലും യോജിക്കുന്നതല്ല. ഇക്കാര്യത്തെക്കുറിച്ച് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു തന്റെ ദറസിൽ ഇപ്രകാരം പറഞ്ഞു. ഉദാഹരണമായി, ആ കാലത്ത് ആര്യ സമൂഹം മുസ്ലിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു, പുറത്താക്കിയിരുന്നു. അവർ അപ്രകാരം ചെയ്യുന്നുവെങ്കിലും മുസ്ലിങ്ങൾ പകരം ചോദിക്കാൻ പാടില്ല. അപ്പോഴാണ് നാം ഈ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറുക. നീതിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജോലിയല്ല. വിശ്വാസി എപ്പോഴും നീതി പാലിക്കുന്നവനും തഖ്വയിൽ ചലിക്കുന്നവനുമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനുമാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രവൃത്തി അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നതാണ്. അതിൽ അല്പം പോലും അശ്രദ്ധ ഉണ്ടാവുകയില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മാതൃക പ്രദർശിപ്പിക്കുക എന്നത് ഓരോ വിശ്വാസികൾക്കും നിർബന്ധമാണ്. അവന്റെ ഓരോ പ്രവൃത്തിയും കർമ്മവും അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം, ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ അടയാളം. നീതിയെ പിന്തുണച്ചുകൊണ്ട് സാക്ഷ്യം പറയുക എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങൾ കാഴ്ചവെക്കുക. അതായത് നിങ്ങളുടെ ഈ കർമ്മങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ മാതൃക ലോകജനങ്ങൾക്കും മറ്റ് മതസ്ഥർക്കും സമുദായത്തിനും ഒരു മാതൃകയായിരിക്കണം.
അന്യ സമൂഹത്തിനും ഒരു മാതൃകയായിരിക്കണം. ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ അനീതിയെ സംബന്ധിച്ച് യൂറോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. സ്വന്തം മതസ്ഥരോട് പോലും നീതി കാണിക്കാത്ത ഈ സമൂഹം അന്യരോട് എന്ത് നീതിയാണ് കാണിക്കുക? ഇത് ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. മുസ്ലിങ്ങൾ തന്നെയാണ് അവരുടെ പ്രവൃത്തികൾ മൂലം ഇസ്ലാമിന് ദുഷ്പേരുണ്ടാക്കുന്നത്. ഭരണാധികാരികൾ പൊതുജനത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു. പൊതുജനങ്ങൾ നേതാക്കന്മാരോട് പോരടിക്കുന്നു, ഭരണാധികാരികളോട് പോരടിക്കുന്നു. സമൂഹം അക്രമത്തിന് ഇരയാകുന്നു. അങ്ങനെ അവർ നശിച്ചൊടുങ്ങുന്നു. നാമമാത്രമായ ഇസ്ലാമിക ഗ്രൂപ്പുകൾ സ്വന്തം ജനത്തെ തന്നെ കൊല ചെയ്യുന്നു. അന്യരാജ്യങ്ങളിൽ പോയി അവിടെയും വന്ന് അക്രമപരമായ പ്രവൃത്തികൾ ചെയ്യുന്നു. അവർ തങ്ങളുടെ ഈ അക്രമത്തെ ന്യായീകരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, അതായത് ഇവർ യൂറോപ്പിലുള്ള ആളുകൾ ഞങ്ങളുടെ ആളുകളെയും വധിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ അവകാശത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ തന്നെയാണ് കൊല ചെയ്യുന്നത്. എന്നാൽ ഇവർ അന്യരോട് തീർച്ചയായും സഹായം തേടുന്നു എന്നത് സത്യമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ അക്രമികളായ ഗ്രൂപ്പിന്റെ പുതിയൊരു പദ്ധതി മുമ്പിൽ വന്നിരിക്കുന്നു. പല പ്രാവശ്യമായി വിവിധ നാടുകളിലും പട്ടണങ്ങളിലും ഇത്തരത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി യൂറോപ്പിലെ കുട്ടികളെയാണ് ആക്രമിക്കുക. മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ കുട്ടികളെ വധിക്കുന്നതാണ്. കാരണം ഈ യൂറോപ്യൻ രാജ്യത്തിന്റെ ബോംബ് വർഷം മൂലമാണ് ഞങ്ങളുടെ കുട്ടികളെയും കൊല ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ വാസസ്ഥലത്തെ നശിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബോംബ് വർഷം മുസ്ലിം ഭരണാധികാരികളുടെ അറിവോടുകൂടി അവർ പറഞ്ഞത് മൂലമാണ് സംഭവിച്ചത്. അങ്ങനെ ഈ രാജ്യങ്ങളുടെ ശത്രുത കൂടുതൽ ശത്രുതയ്ക്ക് ജന്മം നൽകുന്നു. ഈ ശൃംഖല ഒരിക്കലും അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഒരു രാജ്യത്തോടുള്ള ശത്രുത അവരോട് നീതി കാണിക്കാതിരിക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. നീതി ഏതവസ്ഥയിലും പൂർത്തീകരിക്കേണ്ടത് തന്നെയാണ്. നീതിയുടെ ആവശ്യം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് നമ്മളിൽ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. അമുസ്ലിങ്ങൾ നമുക്കെതിരിലാണ്. അതിന് കാരണം മുസ്ലിങ്ങളുടെ കർമ്മ മാതൃക ഇസ്ലാമിക അധ്യാപനത്തിന് ഘടക വിരുദ്ധമായതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ തങ്ങളുടെ മാതൃക കാണിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടും ഇസ്ലാമിന്റെ തബ്ലീഗ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ പ്രവൃത്തി തന്നെ വിപരീതമാണ്. മുസ്ലിങ്ങൾ അക്രമമല്ലാതെ മറ്റൊന്നും നോക്കുമ്പോൾ കാണുന്നില്ല. ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് സാക്ഷ്യം, അള്ളാഹുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള സാക്ഷ്യം, അത് ഇസ്ലാമിക അധ്യാപനത്തിന്റെ മനോഹാരിത വിവരിച്ചുകൊണ്ടാണ് നൽകിക്കൊണ്ടിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ എത്ര മനോഹരമായ അധ്യാപനമാണ്! ഒരു സമൂഹത്തോടും അവരോടുള്ള ശത്രുത നിമിത്തം നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. ഈ ഒരു കൽപ്പന മറ്റൊരു മതഗ്രന്ഥവും നൽകിയിട്ടില്ല. നീതി കാണിക്കുന്ന കാര്യത്തിൽ യാതൊരു വ്യതിരിക്തതയും ഉണ്ടാവാൻ പാടില്ല. നീതി നേടിയെടുക്കുന്നതിനുള്ള അവകാശം മുസ്ലിമിനും അമുസ്ലിമിനും ഒരുപോലെയാണ്. എന്ന് മാത്രമല്ല, ശത്രുക്കളോട് പെരുമാറുന്ന രീതി നീതിയുടെ ആവശ്യം പൂർത്തിയാക്കുക എന്നതാണ്. ഇതിലേക്ക് ഒരുപാട് ശ്രദ്ധ നൽകേണ്ടതാണ്. എത്ര മനോഹരമായ അധ്യാപനമാണ്! എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇത്ര മനോഹരമായ അധ്യാപനം ഉണ്ടായിരുന്നിട്ട് കൂടി അമുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങളുടെ പ്രവർത്തികൾ ഇസ്ലാമിനെ അപമാനപ്പെടുത്തുന്നു. പൊതു മുസ്ലിങ്ങളുടെ ഉലമാക്കൾ, ഭരണാധികാരികൾ, അവർ എല്ലാവരും ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ പ്രവർത്തികൾ
നമ്മുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കർമ്മ മാതൃകയിലൂടെ ഇസ്ലാം എത്രമാത്രം നീതിയുടെയും ധർമ്മത്തിന്റെയും കൽപ്പനയാണ് നൽകുന്നത് എന്ന കാര്യം ഈ ലോകത്തോട് പറയേണ്ടതാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും ഇതിലൂടെയാണ് സ്ഥാപിതമാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതെല്ലാം വശങ്ങളിലൂടെയാണ് സഹാബത്തിനെ കൊണ്ട് ഇക്കാര്യം പ്രവർത്തിപ്പിച്ചത്, അതിനുള്ള ചില ഉദാഹരണങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിനായി കുറച്ച് സഹാബിമാരെ അയച്ചു. മുസ്ലിങ്ങളുടെ അപ്പോഴുള്ള അവസ്ഥ വളരെയധികം അപകടകരമായിരുന്നു. എപ്പോഴും ശത്രുക്കളുടെ ആക്രമണവും അവരിൽ നിന്ന് നഷ്ടമുണ്ടാകുന്ന ശ്രമങ്ങൾ എന്നീ അപകടങ്ങൾ നിലനിന്നിരുന്നു. അത്തരം ഒരവസ്ഥയിൽ ചില സഹാബികളെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിന് വേണ്ടി പോയപ്പോൾ വഴിയിൽ ചില ആളുകളെ അവർ കണ്ടുമുട്ടി. അവർ ശത്രുക്കളിൽപ്പെട്ട ആളുകളായിരുന്നു. ഈ മുസ്ലിങ്ങൾ വിചാരിച്ചു, ഇവർ നമ്മളെ കണ്ടിരിക്കുന്നു, ഇവരെ നാം ജീവനോട് തിരിച്ച് അയക്കുന്ന പക്ഷം ഇവർ മക്കക്കാരോട് വിവരം പറയുന്നതാണ്, അവർ ആക്രമിച്ച് നമ്മളെ വധിക്കുന്നതുമാണ്. ഈ ചിന്തയോടുകൂടി സഹാബത്ത് ആ അവിശ്വാസികളെ ആക്രമിച്ച് അതിലെ 1-2 പേരെ വധിച്ചു. തിരിച്ച് ഈ സഹാബിമാർ മദീനയിലെത്തിയപ്പോൾ അവരുടെ പിറകെ മക്കയിലുള്ള ആളുകളും എത്തിച്ചേർന്നു. ഇത്തരത്തിൽ ഞങ്ങളുടെ 2 പേരെ വധിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് അറിയിച്ചു. ഹറമിന്റെ ഉള്ളിൽ വെച്ചാണ് വധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളും അക്രമം ചെയ്തിരുന്നു, ഇപ്പോൾ നിങ്ങളോട് ചെയ്തപ്പോൾ എന്തിനാണ് ഇപ്രകാരം ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല. മറിച്ച് അവിടുന്ന് ഉടൻ നടപടി സ്വീകരിച്ചു. അവർക്ക് നൽകിയ മറുപടി ഇതായിരുന്നു: നിങ്ങളോട് തെറ്റാണ് ചെയ്തത്, അനീതി ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഹറമിലായിരുന്നു സംഭവം എന്നതിനാൽ ശത്രുക്കൾ പൂർണ്ണമായ പ്രതിരോധം ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബികളുടെ രീതി അനുസരിച്ച് 2 കൊലപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. അത് അവിടുന്ന് നിർവഹിച്ചു. ഒപ്പം സഹാബത്തിനോട് വലിയ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സംഭവം അത് പ്രകാരമാണ് യുദ്ധത്തിൽ യാദൃച്ഛികമായി ഒരു സ്ത്രീ ഒരു സഹാബിയുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടു. നബിക്ക് ഈ വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് സഹാബത്തിനോട് വലിയ നീരസം പ്രകടിപ്പിച്ചു. നിവേദനത്തിൽ വരുന്നു, അവിടുന്ന് തിരുമുഖത്ത് കോപത്തിന്റെ പ്രഭാവം എത്രമാത്രമായിരുന്നുവെന്നാൽ അതിനു മുമ്പ് ഒരിക്കലും അത് കണ്ടിരുന്നില്ല. ആ സ്ത്രീയെ കുറിച്ച് സഹാബി പറഞ്ഞു, അറിയാതെ സംഭവിച്ചു എന്ന് അറിയിച്ചു. എന്നാൽ അറിയാതെ സംഭവിച്ചിട്ട് കൂടി അവിടുന്ന് വലിയ പ്രയാസമാണ് അതിൽ അനുഭവിച്ചത്. കാരണം നീതി നടപ്പായില്ല. പിന്നീട് നീതി നടപ്പാക്കിക്കൊണ്ട് ഒരു യഹൂദിയുടെയും ഒരു മുസ്ലിമിന്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരമാണ് തീരുമാനം കൽപ്പിച്ചത്. ആ നിവേദനം വന്നിരിക്കുന്ന ഇപ്രകാരമാണ്: ഒരു യഹൂദി ഒരു മുസ്ലിമിന് 4 ദർഹം കടമായി നൽകിയിരുന്നു. അതിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ആ യഹൂദി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പരാതി പറഞ്ഞു, ഇന്ന വ്യക്തി എനിക്ക് 4 ദർഹം കടം നൽകാനുണ്ട്, അത് തിരിച്ചു നൽകുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സഹാബിയെ വിളിച്ചു. അബ്ദുള്ള എന്നായിരുന്നു പേര്. പറഞ്ഞു, ഈ യഹൂദിയുടെ അവകാശം നീ പൂർത്തിയാക്കുക. ഹദ്റത്ത് അബ്ദുള്ള പറഞ്ഞു, താങ്കളെ സത്യത്തോടുകൂടി അയച്ച ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം, എനിക്ക് കടം വീട്ടാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഞാൻ നൽകുന്നതാണ്, എന്നാൽ ആ സമയത്ത് കഴിവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വ്യക്തിയുടെ കടം തിരിച്ചു നൽകുക. അബ്ദുള്ള വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. പറഞ്ഞു, ഞാൻ അയാളോട് പറഞ്ഞിരുന്നു, അവിടുന്ന് ഞങ്ങളെ ഹൈബറിലേക്ക് അയക്കുന്നതാണ്, അവിടെ നിന്ന് മാലി ഗനീമത്തിൽ നിന്ന് അല്പം നൽകുന്നതാണ്, തിരിച്ചു വന്ന് ഈ കടം വീട്ടുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അയാളുടെ അവകാശം നൽകുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം 3 പ്രാവശ്യം പറയുന്നതായാൽ അതിന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട കാര്യമായിട്ടാണ് മനസ്സിലാക്കുക. അങ്ങനെ ഹദ്റത്ത് അബ്ദുള്ള ചന്തയിലേക്ക് പോയി. അദ്ദേഹം ഒരു പുതപ്പ് അദ്ദേഹത്തെ മൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ തലയിലും ഒരു തുണിയുണ്ടായിരുന്നു. തലയിലെ തുണി എടുത്ത് അദ്ദേഹം ദേഹത്ത് പുതച്ചു. ആ പുതപ്പ് 4 ദിർഹമിന് വിറ്റ് കടം വീട്ടി. ഈ നിലവാരമാണ് അവിടുന്ന് സ്ഥാപിച്ചത്. യഹൂദിയോട് ഇത് പറഞ്ഞില്ല. ഇയാൾ ചോദിച്ച അവധി നീ നൽകുക എന്ന് പറഞ്ഞില്ല. മറിച്ച് തന്റെ അനുയായിയോട് പറഞ്ഞു, ഉടൻ തന്നെ കടം തിരിച്ചു നൽകുക. അതിനായി അദ്ദേഹത്തിന് തന്റെ ഉടുതുണി ഊരി വിൽക്കേണ്ടതായി വന്നു. നീതിയുടെയും ധർമ്മത്തിന്റെയും നിലവാരം ഇതാണ്. ഈ നിലവാരം നാം എല്ലാ മേഖലയിലും നിലനിർത്തുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസനെ യഥാർത്ഥ നിലയിൽ വിശ്വസിക്കുന്നവരുടെ ഗണത്തിൽ നാം എണ്ണപ്പെടുന്നതാണ്. അതോടൊപ്പം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ആഗമന ഉദ്ദേശം അതിനെ പൂർത്തിയാക്കുന്നവരായി മാറുന്നതാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിന്റെ മഹിമ ലോകത്ത് വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. അങ്ങനെ അധികം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൊടിക്കീഴിൽ ഒത്തുചേരുന്നതാണ്. നാം എവിടെയെല്ലാമാണ് സത്യത്തോടുകൂടി ലോകത്തിന് വഴികാട്ടുന്നത്, അവിടെയെല്ലാം സത്യത്തോടുകൂടി തന്നെ ഈ അധ്യാപനത്തോടൊപ്പം നീതിയും നടപ്പാക്കുക. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാകുക. സൂറ ആറാഫിലെ ആയത്ത് ഞാൻ പാരായണം ചെയ്തിരുന്നു. അതിലും ഈ കാര്യത്തിലേക്കാണ് അള്ളാഹു വെളിച്ചം വീശുന്നത്. അതിന്റെ തർജ്ജിമ പ്രകാരമാണ്: സത്യമനുസരിച്ച് ജനങ്ങളെ നയിക്കുകയും അതുകൊണ്ട് തന്നെ നീതി പുലർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നാം സൃഷ്ടിച്ചവരിലുണ്ട്. നേർമാർഗം കാണിക്കുന്നവർ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും കാര്യം പറഞ്ഞ് നേർമാർഗം കാണിക്കുന്നവരാണ്. ഈ കാലത്തും അത്തരം ആളുകളാണ് വിജയം പ്രാപിക്കുക. അവർ സത്യത്തോടൊപ്പം നേർമാർഗം കാണിക്കുന്നവരാണ്, നീതി പാലിക്കുന്നവരാണ്. മനുഷ്യൻ സ്വയം നേർമാർഗത്തിലല്ല നിൽക്കുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ നേർമാർഗം കാണിക്കാനാണ്? മനുഷ്യൻ സ്വയം നീതിയിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് നീതിയാണ് നൽകാൻ സാധിക്കുക? അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ബയ്യത്തിന്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ, തബ്ലീഗിനോടുള്ള കടമ നിർവഹിക്കണമെങ്കിൽ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ നല്ല ഗുണങ്ങളും നാം സ്വായത്തമാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഇപ്രകാരം ചെയ്യുകയെന്ന് നമ്മോട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പറഞ്ഞു തന്നിരിക്കുന്നു. നമ്മുടെ സാക്ഷ്യങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലല്ല എങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതവും സാമൂഹിക ബന്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലല്ല എങ്കിൽ, നമ്മുടെ ഹൃദയം ശത്രുക്കളോട് പോലുമുള്ള അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും പരിശുദ്ധമല്ല എങ്കിൽ, പിന്നെ നമ്മുടെ തബ്ലീഗ് യഥാർത്ഥ സന്ദേശം എത്തിക്കുന്ന തബ്ലീഗായിരിക്കുകയില്ല. നമ്മുടെ ഈ അവസ്ഥ കണ്ട്, നീതിയുടെ നിലവാരം എന്നിവ കണ്ട് അന്യർ പോലും പറയുന്നതാണ്, സ്വയം ആദ്യം നിങ്ങൾ അത് പ്രവർത്തിച്ചു കാണിക്കുക. ആദ്യം നീതി സമൂഹത്തിൽ നിങ്ങൾ നടപ്പാക്കുക, പിന്നെ ഞങ്ങളെ ഉപദേശിക്കുക. അതുകൊണ്ട് ഇത് ഓരോ അഹമ്മദിയുടെയും വലിയ ഉത്തരവാദിത്തമാണ്. അവരവരുടെ പ്രവൃത്തികൾ കൊണ്ട് തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കുക. നമ്മുടെ കർമ്മത്തിലൂടെ തബ്ലീഗിന്റെ മാർഗം തുറക്കപ്പെടുന്നതായാൽ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഇസ്ലാമിക അധ്യാപനത്തെ മനസ്സിലാക്കുന്നവർ അവർ ഇസ്ലാമിന്റെ പ്രത്യേകതകൾ വിവരിക്കാതെ അടങ്ങിയിരിക്കുകയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച്
നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുന്നതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത ബൈഅത്തിനോടുള്ള കടമ പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. അദ്ദേഹത്തിന്റെ ബൈഅത്തിന്റെ കടമ നിർവഹിക്കുന്നവരാകട്ടെ. നാം മറ്റുള്ളവർക്ക് നേരായ മാർഗത്തിനും നീതിക്കും മാതൃകരായി മാറട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഹസൻ മുഹമ്മദ് ഖാൻ ആരിഫ് സാഹിബിന്റേതാണ്. ബഹുമാന്യ ഫസൽ മുഹമ്മദ് ഖാൻ സാഹിബിന്റെ മകനാണ്. ഹസൻ മുഹമ്മദ് ആരിഫ് സാഹിബ് മുൻ നായിബ് വക്കീൽ തബ്ഷീർ റബുവായിരുന്നു. പിന്നീട് കാനഡയിലെ അഹമ്മദിയ ഗസറ്റ് എഡിറ്റർ കൂടിയായിരുന്നു. സെപ്റ്റംബർ 3 97 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഹസൻ മുഹമ്മദ് ആരിഫ് സാഹിബ് 26 ജനുവരി 1920 ആണ് ജലന്ധറിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഫസൽ മുഹമ്മദ് ഖാൻ സാഹിബ് 1915 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് 35 വർഷം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. ഡെപ്യൂട്ടി അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ടാണ് അദ്ദേഹം റിട്ടയർഡ് ആയത്. അദ്ദേഹത്തിന് തബ്ലീഗിന് വളരെ താല്പര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ 2 ഇംഗ്ലീഷുകാർ ഇദ്ദേഹം മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വളരെയധികം ആളുകൾ ഇദ്ദേഹം മുഖേന അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം BA ചെയ്തു. പിന്നീട് നീണ്ടകാലം ജോലി ചെയ്തു. ആദ്യം ഗവൺമെന്റ് ജോലി ചെയ്തു, പിന്നീട് BA ചെയ്തത്. ഹസ്രത്ത് മുസ്ലിം മൗദിന്റെ നിർദ്ദേശപ്രകാരം റബുവിൽ വന്ന് MAയും ചെയ്തു. 1943 ഹസ്രത്ത് മുസ്ലിം മഹൂദ് ഡൽഹി പോവുകയുണ്ടായി. ആ സമയത്ത് ഹസൻ മുഹമ്മദ് ആരിഫ് സാഹിബ് ജീവിതം വഖഫ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഹസൻ മുഹമ്മദ് സാഹിബ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസൻ മുഹമ്മദ് ആരിഫ് സാഹിബ് ഈ കാര്യം തന്റെ പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. കൂടെ ഈ ഉപദേശവും നൽകി, നീ വഖഫ് ചെയ്യാൻ പോവുകയാണ്, അവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും എന്ന് നീ വിചാരിക്കണ്ട. യഥാർത്ഥ രീതിയിൽ വഖഫ് ചെയ്യുകയാണ് എങ്കിൽ ഓർക്കുക, യാതനകളും വേദനകളും അനുഭവിക്കേണ്ടതായി വരും. സാധാരണക്കാരെ പോലെ ജീവിക്കേണ്ടതായി വരും. ഇപ്പോൾ നിനക്ക് കിട്ടുന്നതിൽ നിന്നും 10 മടങ്ങ് കുറവായിരിക്കും നിനക്ക് വേതനം ലഭിക്കുക. അതിൽ തൃപ്തനാകേണ്ടി വരും. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ വഖഫ് ചെയ്യുകയാണ്. പിതാവിന്റെ കൂടെ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷം ഹാജരായി. മുസ്ലിം മൗദ് പറഞ്ഞു, ആദ്യം നിന്റെ BA പൂർത്തിയാക്കുക, പിന്നീട് വഖഫ് ചെയ്യാം. അദ്ദേഹം 1945 BA പൂർത്തിയാക്കി മുസ്ലിം മൗദിനെ അറിയിച്ചു. മുസ്ലിം മൗദ് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മർക്കസിലെത്തി. ഗവൺമെന്റ് ജോലി രാജിവെച്ചു. അദ്ദേഹത്തെ ആദ്യം നായിബ് വക്കീൽ തിജാറത്തായി നിയമിച്ചു. പിന്നീട് ഇന്ത്യ വിഭജന സമയത്ത് ഖാദിയാനിൽ ദർവേഷായി നിയമിക്കുന്നതിന് മുസ്ലിം മൗദിന് അപേക്ഷ നൽകി. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അതിന് അനുമതി നൽകി. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം മർക്കസിലെ ചില ആവശ്യാർത്ഥം അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് വിളിച്ചു. ആദ്യം നായിബ് വക്കീൽ തിജാറത്തായി തന്നെ നിയമിച്ചു. പിന്നീട് ഫുർഖാൻ ഫോഴ്സിന്റെ ഓഫീസ് ഇൻചാർജായി നിയമിച്ചു. 1951 വക്കാലത്ത് തബ്ഷീറിന്റെ ഓഫീസിൽ നിയമിച്ചു. 1953 ഫസാദിന്റെ സമയത്ത് തഹ്രീക്-ഇ-ദീനിന്റെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുകയും ഓരോ മാസവും പല സ്ഥലങ്ങളിൽ നിന്നായി റിപ്പോർട്ടുകൾ വരാറുണ്ട്. മുബല്ലിഗ്മാർക്ക് കത്തുകൾ അയച്ചു കൊടുത്തിരുന്നു. പിന്നീട് അദ്ദേഹത്തെ കേസാക്കിയതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായി. അങ്ങനെ ആസിറാനെ റഹിമഹുല്ലാ ആകാനുള്ള തൗഫീഖും അദ്ദേഹത്തിന്
ലഭിച്ചു. ദഫ്തർ കമ്മിറ്റി ആബാദ് ഇൻചാർജായി നിയമിച്ചു. പിന്നീട് വക്കാലത്ത് തബ്ഷീറിൽ പോയി. നായിബ് വക്കീൽ തബ്ഷീറായി 30 വർഷം അദ്ദേഹത്തിന് നായിബ് വക്കീൽ തബ്ഷീറായി സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇതോടൊപ്പം മറ്റ് പല ഓഫീസുകളിലും താൽക്കാലികമായി സേവനം ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ വക്കീൽ ദിവാൻ, വക്കീൽ താമീൽ, വക്കീൽ സറാത്ത്, വക്കീലുൽ മാൽ, അഫ്സർ അമാനത്ത് എന്നീ സ്ഥാനങ്ങളിലും സേവനം ചെയ്തു. 1981 അദ്ദേഹം റിട്ടയർ ആയി. പിന്നീട് കാനഡയിൽ പോയി. കാനഡയിൽ അദ്ദേഹം അഹമ്മദിയ ഗസറ്റിന്റെ എഡിറ്ററായി 2006 വരെ 26 വർഷം സേവനം ചെയ്തു. മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ വസിയത്ത് നമ്പർ 5745 ആണ്. തഹരീക്ക് ജദീദ് സഫെ അവൽ മുജാഹിദീനിൽ അംഗമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നമ്പർ 151 ആയിരുന്നു. 1978 അദ്ദേഹം മുഖദ്ദസ് ഖഫൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. ഉറുദുവിലായിരുന്നു അത്. ഇംഗ്ലീഷിലായിരുന്നു എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷും വളരെ നല്ലതായിരുന്നു. എന്നാൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഉറുദു ഭാഷയിൽ ഈ ഗ്രന്ഥം എഴുതാൻ ആവശ്യപ്പെട്ടു. കാരണം ഉറുദു ഭാഷയിൽ ഹദ്റത്ത് മസീഹ് നാസിറിയുടെ ഖഫനെ പറ്റി ആദ്യത്തെ ഗ്രന്ഥമായിരിക്കും ഇത്. ഇതുകൂടാതെ കുട്ടികൾക്കായും പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതി. ഇതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ വെളിപാടുകളെ സംബന്ധിച്ചും സയ്യിദ്ന ബിലാൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വിവാഹം 1944 ബഹുമാനിയ സയ്യിദ്ന അഫ്തർ ഫൈസി സാഹിബയുമായി നടന്നു. ഫസൽ റഹ്മാൻ സാഹിബ് ഫൈസിയുടെ മകളായിരുന്നു. ഇതിൽ 4 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അവർ അമേരിക്കയിലും കാനഡയിലുമാണ് ഉള്ളത്. വലിയ മരുമകൾ എഴുതുന്നു. ഫരീദ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യ എഴുതുന്നു. കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയും വളരെ ഹൃദയവേദനയോടെ നമസ്കരിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഖിലാഫത്തിനോട് വളരെയധികം സ്നേഹബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു പാകിസ്ഥാനിലെ പല വിധവകൾക്കും യത്തീം കുട്ടികൾക്കും സ്ഥിരമായി ധനസഹായം നൽകിയിരുന്നു. അമീർ സാഹിബ് കാനഡ എഴുതുന്നു. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വളരെയധികം സിഖുകാരുണ്ട്. അവരുമായുള്ള സുഹൃത്ത് ബന്ധത്താൽ സിഖുകാർ ഒരു സിഖ് കൾച്ചർ എക്സിബിഷൻ ഉണ്ടാക്കി. അതിന്റെ പ്രസിഡന്റായി ഇദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത്. ഇദ്ദേഹം അത് നിരാകരിച്ചപ്പോൾ വരെ നിർബന്ധിച്ചാണ് അവർ പ്രസിഡന്റാക്കിയത്. വണ്ടി സ്വയം ഓടിക്കാൻ കഴിയാതിരുന്നിട്ടും ജുമാക്ക് 2 ബസ്സുകൾ കയറിയാണ് പള്ളിയിൽ വന്നിരുന്നത്. അവിടുത്തെ നായിബ് അമീർ സാഹിബ് എഴുതുന്നു. അദ്ദേഹം കാനഡയിൽ വന്നതിന് ശേഷം അഹമ്മദിയ ഗസറ്റിന്റെ മ്യാർ വർദ്ധിച്ചു. ഖിലാഫത്തുമായി സുദൃഢ ബന്ധമായിരുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇദ്ദേഹത്തെ പരിചയമുണ്ട്. എന്നാൽ ഖിലാഫത്തിന് ശേഷം വളരെ വലിയ മാറ്റമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. എനിക്ക് കാണുമ്പോൾ അത് ആശ്ചര്യം തോന്നുമായിരുന്നു. കമ്പ്യൂട്ടർ ഒന്നും തന്നെ ഇല്ലാത്ത കാലത്ത് അഹമ്മദിയ ഗസലിന്റെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുകയും ഉറുദു തന്റെ കൈകൊണ്ട് എഴുതുകയുമായിരുന്നു പതിവ്. പിന്നീട് ഖുതുബകൾ അതിൽ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തിരുന്നു. നല്ലവണ്ണം വായിച്ച് തൃപ്തിയായതിനു ശേഷമാണ് അഹമ്മദിയ ഗസറ്റിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് വളരെ അധികം പഠിച്ചിരുന്നു. എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു പുസ്തകമോ റിസാലയോ അദ്ദേഹം വായിച്ചിരുന്നു. പത്രം വളരെ കൃത്യതയോടെ വായിച്ചിരുന്നു. അധികവും സഹാബാക്കളുടെ വിശ്വാസ ദൃഢീകരണ സംഭവങ്ങൾ കേൾപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എഴുതുന്ന ഒരാൾ എഴുതുന്നു, ഖലീഫത്തുൽ മസീഹ് അവലിന്റെ ഏതെങ്കിലും ഒരു വിശ്വാസ ദൃഢീകരണ സംഭവങ്ങൾ
അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെയും സംഭവങ്ങൾ ഇംഗ്ലീഷിലും ഉറുദുവിലും എഴുതിയിരുന്നു. അള്ളാഹു താല അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറകൾക്കും ഖിലാഫത്തുമായി സുദൃഢമായ അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.